പാലക്കാടൻ കാറ്റിന് അന്ന് ഉരുകിയൊലിക്കുന്ന ടാറിന്റെയും പൊടിമണ്ണിന്റെയും ഗന്ധമായിരുന്നു. ഉച്ചവെയിലിൽ തിളച്ചു നിൽക്കുന്ന ഹൈവേയുടെ ഓരത്തെ ഒരു പഴയ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ലോകത്തിലെ എല്ലാ ഭാരവും ചുമലിലേറ്റിയതുപോലെ രാഹുൽ ഇരിപ്പുണ്ടായിരുന്നു. അവന്റെ കീറിയ ഷർട്ടിന്റെ കോളറിലൂടെ വിയർപ്പ് ഒഴുകിയിറങ്ങി. തലേദിവസം പലിശക്കാരുടെ മർദ്ദനമേറ്റതിന്റെ പാടുകൾ അവന്റെ മുഖത്ത് അപ്പോഴും മാഞ്ഞിരുന്നില്ല. കയ്യിലുള്ള മുഷിഞ്ഞ പ്ലാസ്റ്റിക് കവറിനുള്ളിൽ അവൻ കരുതി വച്ചിരുന്ന ആ പഴയ കയർത്തുരുമ്പ് അവന്റെ വിരലുകളിൽ തടഞ്ഞു. ഇനി ഒന്നിനും കഴിയാത്ത കടങ്ങളുടെയും അപമാനങ്ങളുടെയും പടുകുഴിയിൽ വീണുപോയ ഒരു 25-കാരന്റെ അവസാനത്തെ തീരുമാനമായിരുന്നു ആ കയർ. ജീവൻ അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്ന അവന്റെ ശൂന്യമായിട്ടുള്ള കണ്ണുകൾ പെട്ടെന്നാണ് റോഡിനപ്പുറത്തെ ആ വലിയ ഇരുമ്പ് ഗേറ്റിന് നേരെ നീണ്ടത്. വലിയൊരു ശബ്ദത്തോടെ ആ ഗേറ്റ് തുറക്കപ്പെടുകയും വെളുത്ത മുണ്ടും നേരിത്തും ധരിച്ച ഒരു വൃദ്ധയെ ആരോ പരുക്കനായിട്ട് റോഡിലേക്ക് തള്ളിയിടുകയും ചെയ്തു. ചുട്ടുപൊള്ളുന്ന മണ്ണിലേക്ക് അവരെ മുഖമടിച്ചു വീണു. അവരുടെ പിന്നാലെ വന്ന മധ്യവയസ്കനായിട്ടുള്ള ഒരാള് കുറച്ച് പഴയ തുണികളടങ്ങിയ ഒരു കവറ് അവരുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് എന്തൊക്കെയോ അലറിക്കൊണ്ട് ആ ഗേറ്റ് വലിച്ചടച്ചു. സ്വന്തം മകന്റെ കൈകളാൽ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട 70-കാരിയായിട്ടുള്ള ഭവാനിയമ്മയായിരുന്നു അത്. കാൽമുട്ടിലെ തൊലി പൊട്ടി ചോരയൊലിച്ചിട്ടും എഴുന്നേൽക്കാൻ പോലുമാകാതെ ചുട്ടുപഴുത്ത മണ്ണിൽ കിടന്ന് അവര് വിതുമ്പുന്നുണ്ടായിരുന്നു. തന്റെ സ്വന്തം വേദനയേക്കാൾ വലുതാണ് ആ അമ്മയുടെ കണ്ണീരെന്ന് തോന്നിയ നിമിഷം അറിയാതെ രാഹുലിന്റെ കാലുകൾ അങ്ങോട്ടേക്ക് നീങ്ങി. അടുത്തുള്ള പൈപ്പിൽ നിന്നും വെള്ളം കോരി അവരുടെ മുഖത്ത് തളിക്കുമ്പോൾ ആ ചുളിവ് വീണ കൈകൾ അവന്റെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചിരുന്നു. തനിക്ക് പോകാൻ ഒരിടമില്ലെന്നും ഭർത്താവ് മരിച്ചതിന് ശേഷം മക്കൾ സ്വത്തുക്കൾ മുഴുവൻ തട്ടിയെടുത്ത് തന്നെ പുറത്താക്കിയതാണെന്നും അവര് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ആ ഗ്രാമത്തിന്റെ ഒരറ്റത്ത് പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു പറമ്പിൽ ചോർന്നൊലിക്കുന്ന ചെറിയൊരു വീട് മാത്രമാണ് അവർക്ക് സ്വന്തമായിട്ട് ബാക്കിയുള്ളതെന്നും അവിടെ ജീവിക്കാൻ ആരും അനുവദിക്കില്ലെന്നും അവർ ഇടറുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ആ നിമിഷം രാഹുലിന്റെ മനസ്സിൽ നിസ്സഹായതയ്ക്കും അപ്പുറം മറ്റൊരു ചിന്തയാണ് കടന്നു വന്നത്. തനിക്ക് തലചായ്ക്കാൻ ഒരിടമില്ല, നാളെ എന്ത് കഴിക്കണമെന്നറിയില്ല. ഈ അമ്മയ്ക്ക് സ്വന്തമായി ബാക്കിയുള്ള ആ ഇടിഞ്ഞുപൊളിഞ്ഞ വീടും അവർക്ക് കിട്ടുന്ന ചെറിയൊരു വിധവാ പെൻഷനും മാത്രമായിരുന്നു അവന്റെ മനസ്സിൽ. സമൂഹത്തിന്റെയും പലിശക്കാരുടെയും കണ്ണിൽ പൊടിയിടാൻ തന്നെ ആരും അവിടെ നിന്ന് ഇറക്കി വിടാതിരിക്കാൻ അവൻ ഒരു കടുംകൈ തീരുമാനിച്ചു. നിയമത്തിനു മുന്നിൽ ആരും ചോദ്യം ചെയ്യാത്ത ഒരു ബന്ധം. സ്വന്തം അമ്മയുടെ പ്രായമുള്ള ആ വൃദ്ധയെ അവൻ സബ് രജിസ്ട്രാർ ഓഫീസിൽ കൊണ്ടുപോയി വിവാഹം രജിസ്റ്റർ ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ കണ്ണുകളിലെ പുച്ഛവും അറപ്പും അവൻ കണ്ടില്ലെന്ന് നടിച്ചു. തന്റെ ലക്ഷ്യം ഒരു മേൽക്കൂര മാത്രമായിരുന്നു. എന്നാൽ ആ ഒരൊറ്റ ഒപ്പ് അവന്റെ ജീവിതത്തിലേക്ക് വലിയൊരു കൊടുങ്കാറ്റാണ് കൊണ്ടുവരാൻ പോകുന്നതെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. വാർത്ത ആ നാട് മുഴുവൻ കാട്ടുതീ പോലെ പടർന്നു. ചായക്കടകളിലും കവലകളിലും രാഹുലിന്റെ പേര് ഏറ്റവും വലിയ അശ്ലീലമായിട്ട് മാറി. പണത്തിനും ആ ചെറിയ വസ്തുവിനും വേണ്ടി സ്വന്തം അമ്മയുടെ പ്രായമുള്ളവരോടൊപ്പം കിടക്ക പങ്കിടുന്നവൻ എന്ന ക്രൂരമായിട്ടുള്ള മുദ്ര ഗ്രാമം അവന് ചാർത്തി നൽകി. അവൻ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ആളുകൾ മുഖത്തേക്ക് നോക്കി കാർക്കിച്ചു തുപ്പി. പഴയ സുഹൃത്തുക്കൾ അവനെ കാണുമ്പോൾ വഴിമാറി നടന്നു. സ്വന്തം ബന്ധുക്കൾ അവനെ പടിയടിച്ച് പിണ്ടം വെച്ചു. രാത്രികളിൽ അവരുടെ ചോർന്നിലിക്കുന്ന ആ ചെറിയ വീടിന്റെ ടിൻഷീറ്റുകൾക്ക് മുകളിൽ അജ്ഞാതരുടെ കല്ലേറുകൾ പതിച്ചു. ഇരുട്ടിൽ ഭയന്നു പറിച്ചിരുന്ന ഭവാനിയമ്മയെ നോക്കി രാഹുൽ പല്ലിറുമി. സമൂഹത്തിന്റെ ഈ പരിഹാസം തനിക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. അവൻ ആ അമ്മയോട് ഒരു അക്ഷരം പോലും സംസാരിച്ചില്ല. അവർ അവനൊരു ഭാരം മാത്രമായിരുന്നു. അപ്പോൾ തന്റെ ലക്ഷ്യം അവരുടെ വീട് മാത്രമാണെന്നും അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും അവൻ സ്വയം വിശ്വസിപ്പിച്ചു. പകൽ മുഴുവൻ എവിടേക്കോ അലഞ്ഞുതിരിഞ്ഞ് രാത്രി വൈകി ഇരുട്ടിൽ അവൻ ആ വീട്ടിലേക്ക് കയറി വന്നു. അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്നുപോലും അവൻ പലപ്പോഴും ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും ആ ഇടിഞ്ഞുപൊളിഞ്ഞ വീടിനുള്ളിലെ അന്തരീക്ഷം മാറാൻ തുടങ്ങി. ഒരു ദിവസം കനത്ത മഴയത്ത് പനിച്ചു വിറച്ച് പൂർണ്ണമായും നനഞ്ഞൊലിച്ചാണ് രാഹുൽ വീട്ടിലേക്ക് വന്നത്. തണുത്തുറഞ്ഞ തറയിൽ ചുരുണ്ടുകൂടി കിടക്കാൻ തുടങ്ങുമ്പോഴാണ് മൺചട്ടിയിൽ തിളക്കുന്ന കഞ്ഞിയുടെ ഗന്ധം അവന്റെ മൂക്കിലേക്കെത്തിയത്. തിരിഞ്ഞു നോക്കുമ്പോൾ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ വിറക്കുന്ന കൈകളോടെ ഭവാനിയമ്മ ഒരു പാത്രത്തിൽ ചൂടുള്ള കഞ്ഞിയും ചുട്ട പപ്പടവുമായി അവന്റെ അടുത്തേക്ക് വരുന്നത് അവൻ കണ്ടു. അവന്റെ നനഞ്ഞ മുടി തുവർത്താൻ അവർ തന്റെ പഴയ നേര്യത്തിന്റെ തുമ്പ് അവനെ നീട്ടി. ജന്മം നൽകിയ അമ്മയെ കണ്ടിട്ട് പോലുമില്ലാത്ത, സ്നേഹം എന്താണെന്ന് ഇന്നുവരെ അറിഞ്ഞിട്ടില്ലാത്ത ആ യുവാവിന്റെ നെഞ്ചിലേക്ക് ആ നിമിഷം 1000 സൂചികൾ ഒന്നിച്ചിറങ്ങുന്നത് പോലെ തോന്നി. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. താൻ എന്തിനാണ് ഇവരെ കൂടെ കൂട്ടിയതെന്ന് അറിയാമായിരുന്നിട്ടും ലോകം മുഴുവൻ തന്നെ വെറുത്തിട്ടും ഈ അമ്മ തനിക്ക് നൽകുന്നത് യാതൊരു കലർപ്പുമില്ലാത്ത സ്നേഹമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ആ ചൂടുള്ള കഞ്ഞി കുടിക്കുമ്പോൾ അവന്റെ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു.
തന്റെ ജീവിതത്തിൽ ആദ്യമായി ഒരാൾ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്നും തന്റെ വിശപ്പകറ്റാൻ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും അവൻ മനസ്സിലാക്കി. ആ രാത്രി ആ ചെറിയ മുറിയിലെ ചോർന്നിലിക്കുന്ന മേൽക്കൂരക്ക് താഴെ ഒരു ഭർത്താവിന്റെ സ്വാർത്ഥതയിൽ നിന്നും ഒരു മകന്റെ നിരുപാധികമായിട്ടുള്ള സ്നേഹത്തിലേക്ക് രാഹുൽ മാറുകയായിരുന്നു. പിന്നീടുള്ള രാഹുലിന്റെ ജീവിതം ആ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. നാട്ടുകാരുടെ പരിഹാസങ്ങളെ അവൻ ചിരിച്ചുകൊണ്ട് നേരിട്ടു. അവന്റെ ചെവികളിൽ അവരുടെ അസഭ്യങ്ങൾ മുഴങ്ങിയില്ല. പകരം വീട്ടിൽ തനിക്കായി കാത്തിരിക്കുന്ന അമ്മയുടെ മുഖം മാത്രമായിരുന്നു അവന്റെ മനസ്സിൽ. അടുത്തുള്ള ഇഷ്ടികക്കളത്തിൽ അവൻ പണിക്കിറങ്ങി. ചുട്ടുപൊള്ളുന്ന ചൂളക്കുള്ളിൽ ചെങ്കല്ല് ചുമക്കുമ്പോൾ അവന്റെ ശ്വാസകോശത്തിൽ പൊടി നിറഞ്ഞുവെങ്കിലും അവൻ വിശ്രമിച്ചില്ല. കിട്ടുന്ന കൂലിയിൽ നിന്നും ഒരു പങ്ക് അവൻ പലിശക്കാർക്ക് നൽകി. ബാക്കിയുള്ളതുമായിട്ട് അവൻ വീട്ടിലേക്കോടി. ഭവാനിയമ്മയുടെ സന്ധിവേദനയ്ക്ക് പുരട്ടാനുള്ള കുഴമ്പും അവർക്ക് കഴിക്കാൻ കുറച്ച് നല്ല ഭക്ഷണവും അവൻ വാങ്ങി. അവർക്ക് കേൾക്കാൻ പഴയൊരു റേഡിയോ അവൻ എവിടെ നിന്നോ സംഘടിപ്പിച്ചു കൊണ്ടുവന്നു. ആ പഴയ വീട്ടിൽ വൈകുന്നേരങ്ങളിൽ പാട്ടുകൾ മുഴങ്ങി. അവർ അവനെ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഊട്ടി. അവൾക്ക് വയസ്സാകുമ്പോൾ അവൻ സ്വന്തം അമ്മയെപ്പോലെ അവരെ കുളിപ്പിച്ചു, മുടി ചീകിക്കൊടുത്തു. അവരുടെ ചുളുവി വീണ കവിളുകളിൽ അവൻ സ്നേഹത്തോടെ തലോടി. ദാരിദ്ര്യം അവരുടെ ചുറ്റും നിഴൽ വിരിച്ചിരുന്നുവെങ്കിലും ആ വീടിനുള്ളിലെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തായ സ്നേഹം നിറഞ്ഞു നിന്നിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. രാഹുലിന്റെ കഠിനാധ്വാനത്തിൽ ആ വീടിന്റെ ചോർച്ചകൾ മാറി. അവന്റെ കടങ്ങൾ പതുക്കെ പതുക്കെ തീർന്നുകൊണ്ടിരുന്നു. അവരെ പരസ്പരം താങ്ങായി തണലായി ജീവിച്ചു. എന്നാൽ വിധി അവരെ വെറുതെ വിടാൻ തയ്യാറായിരുന്നില്ല. ഗ്രാമത്തിന്റെ മുഖച്ഛായ മാറുകയായിരുന്നു. പുതിയൊരു ഹൈവേ ആ ഗ്രാമത്തിലൂടെ കടന്നു പോകാൻ തീരുമാനിക്കപ്പെട്ടു. ഭവാനിയമ്മയുടെ ആ പഴയ വീടിരിക്കുന്ന പാറക്കെട്ടുകൾ നിറഞ്ഞ പറമ്പിന്റെ മൂല്യം ഒറ്റ രാത്രി കൊണ്ട് ലക്ഷങ്ങളിൽ നിന്നും കോടികളിലേക്ക് കുതിച്ചുയർന്നു. ഈ വാർത്ത നഗരത്തിൽ സുഖലോലോപരായിട്ട് ജീവിക്കുന്ന അവരുടെ സ്വന്തം മക്കളുടെ കാതുകളിലുമെത്തി. ഒരിക്കൽ അമ്മയെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ അവരുടെ ഉള്ളിലെ അത്യാഗ്രഹം വീണ്ടും ഉണർന്നു. അതേസമയം പ്രായത്തിന്റെ അവശതകൾ ഭവാനിയമ്മയെ പൂർണ്ണമായിട്ടും തളർത്തിയിരുന്നു. ഓർമ്മകൾ പതുക്കെ മങ്ങാൻ തുടങ്ങി. രാഹുൽ പണിക്ക് പോകാതെ അവരുടെ അരികിൽ തന്നെയിരുന്നു. തന്റെ സ്വന്തം ചോര വിറ്റ് അവൻ അവർക്കുള്ള വില കൂടിയ മരുന്നുകൾ വാങ്ങി. രാത്രികളിൽ ഉറക്കമൊഴിച്ച് അവർ അവരുടെ കാൽക്കലിരുന്നു. എന്നാൽ അവന്റെ പ്രാർത്ഥനകൾക്കും കണ്ണീരിനും ആ ജീവൻ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. ഒരു മഴയുള്ള രാത്രിയിൽ രാഹുലിന്റെ പരുക്കൻ കൈകൾ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഭവാനിയമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു. തന്റെ ജീവിതത്തിലെ ഒരേയൊരു വെളിച്ചം അണഞ്ഞുപോയതറിഞ്ഞ് ആ യുവാവ് ആ മൃതദേഹത്തിനു മുമ്പിൽ പൊട്ടിക്കരഞ്ഞു. ഭവാനിയമ്മയുടെ ചിതയൊരുക്കാൻ രാഹുൽ മുറ്റത്ത് വിറകുകൾ അടുക്കുമ്പോഴാണ് വില കൂടിയ കാറുകൾ ആ മുറ്റത്തേക്ക് ഇരച്ചു കയറി വന്നത്. വെളുത്ത ഷർട്ടും പാൻറ്റും ധരിച്ച ഭവാനിയമ്മയുടെ സ്വന്തം മക്കൾ കാറിൽ നിന്നും പുറത്തിറങ്ങി. കൂടെ ഒരു വക്കീലും കുറച്ച് ഗുണ്ടകളും ഉണ്ടായിരുന്നു. അമ്മ മരിച്ചതിന്റെ യാതൊരു സങ്കടവും അവരുടെ മുഖത്തില്ലായിരുന്നു. പകരം കോടിക്കണക്കിന് രൂപ വില വരുന്ന ആ ഭൂമി സ്വന്തമാക്കാനുള്ള ആർത്തിയായിരുന്നു അവരുടെ കണ്ണുകളിൽ. നാട്ടുകാരും ബന്ധുക്കളും അവിടെ തടിച്ചുകൂടി. രാഹുലിനെ അവിടെ നിന്നും അടിച്ചിറക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവർ. ഭവാനിയമ്മയുടെ മൂത്ത മകൻ രാഹുലിന്റെ നേരെ വിരൽ ചൂണ്ടി അലറി. പ്രായമായ അമ്മയെ വശീകരിച്ച് സ്വത്ത് തട്ടിയെടുക്കാൻ വന്ന തട്ടിപ്പുകാരനാണ് അവനെന്നും നിയമപരമായിട്ട് ഈ സ്വത്തുക്കൾ മുഴുവൻ തങ്ങൾക്കാണെന്നും അവൻ വിളിച്ചു പറഞ്ഞു. നാട്ടുകാർ അത് കേട്ട് തലകുലുക്കി. രാഹുലിന് ഇനി അവിടെ യാതൊരു സ്ഥാനവുമില്ലെന്ന് അവർ അടക്കം പറഞ്ഞു. ഗുണ്ടകൾ രാഹുലിനെ കോളറിൽ പിടിച്ച് പുറത്തേക്ക് തള്ളാൻ ശ്രമിച്ചു. എന്നാൽ രാഹുല് പ്രതികരിച്ചില്ല. അവന്റെ കണ്ണുകൾ മുറ്റത്ത് കിടക്കുന്ന ഭവാനിയമ്മയുടെ ചേതനേറ്റ ശരീരത്തിൽ മാത്രമായിരുന്നു. തന്റെ അമ്മയുടെ അവസാനത്തെ യാത്രയിൽ ഒരു തടസ്സവും ഉണ്ടാകരുത് എന്ന് അവൻ ആഗ്രഹിച്ചു. വക്കീൽ മുന്നോട്ട് വന്ന് ചില കടലാസുകൾ കാണിച്ചുകൊണ്ട് രാഹുലിനോട് ഉടൻ തന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടു. ആ നിമിഷം ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും ഗ്രാമത്തിലെ പഴയ റിട്ടയർഡ് വില്ലേജ് ഓഫീസർ മുന്നോട്ട് വന്നു. അദ്ദേഹത്തിന്റെ കൈകളിൽ സീൽ ചെയ്ത ഒരു കവറുണ്ടായിരുന്നു. അദ്ദേഹം അത് വക്കീലിന്റെ കൈകളിലേക്ക് നൽകി. അതൊരു വിൽപത്രമായിരുന്നു. ഭവാനിയമ്മ മരിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്ത രേഖ. വക്കീൽ അത് ഉറക്കെ വായിക്കാൻ തുടങ്ങി. ആ വാക്കുകൾ കേട്ട് ആർത്തി പിടിച്ചിരുന്ന മക്കളുടെ മുഖം വിളറി വെളുത്തു. നാട്ടുകാരുടെ ശ്വാസം നിലച്ചു. ആ രേഖകളിൽ ഇങ്ങനെ എഴുതിയിരുന്നു: വർഷങ്ങൾക്ക് മുമ്പ് മക്കൾ ഈ ഭൂമി പണയപ്പെടുത്തി ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ നിന്നും എടുത്തിരുന്നു. പണം തിരിച്ചടക്കാതെ അവർ അമ്മയെ തെരുവിലേക്ക് ഇറക്കി വിട്ടപ്പോൾ ഈ ഭൂമി ജപ്തി ഭീഷണിയിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ 5 വർഷമായി രാഹുൽ തന്റെ ചോര നീരാക്കി പണിയെടുത്ത് ആ വലിയ ബാങ്ക് ബാധ്യത മുഴുവൻ തീർത്തു. ആ ഭൂമി അവൻ തന്റെ അമ്മയ്ക്ക് തിരികെ വാങ്ങിക്കൊടുത്തു. ആ വിൽപത്രത്തിൽ ഭവാനിയമ്മ തന്റെ സ്വന്തം മക്കൾക്ക് യാതൊന്നും നൽകിയിരുന്നില്ല. കോടികൾ വിലമതിക്കുന്ന ആ ഭൂമിയും വീടും അവർ തങ്ങളെപ്പോലെ ഉപേക്ഷിക്കപ്പെട്ട അമ്മമാർക്ക് വേണ്ടി ഒരു വൃദ്ധസദനം പണിയാൻ സർക്കാരിന് എഴുതി വച്ചിരുന്നു. ആ സ്ഥാപനത്തിന്റെ പേര് രാഹുൽ ഭവൻ എന്നായിരിക്കണമെന്നും
അവന്റെ മരണം വരെ അവൻ അവിടെ സംരക്ഷിക്കപ്പെടണമെന്നും അവർ അതിൽ കുറിച്ചു വെച്ചിരുന്നു. സ്വന്തം ചോരയല്ലാത്ത ലോകം മുഴുവൻ പരിഹസിച്ച ഒരു യുവാവ് തനിക്ക് വേണ്ടി ചെയ്ത വലിയ ത്യാഗത്തിന് ഒരു അമ്മ നൽകിയ അവസാനത്തെ സമ്മാനമായിരുന്നു അത്. അഹങ്കാരത്തോടെ വന്ന മക്കള് തലകുനിച്ച് നിൽക്കുമ്പോൾ അവരെ പരിഹസിച്ച നാട്ടുകാരുടെ കണ്ണുകൾ നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ രാഹുൽ ഇതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. വക്കീല് നൽകിയ ആ കടലാസുകൾ അവൻ തിരികെ നൽകി. തനിക്ക് ഈ സ്വത്തുക്കളൊന്നും വേണ്ടെന്ന് അവന്റെ കണ്ണുകൾ പറയുന്നുണ്ടായിരുന്നു. ഭവാനിയമ്മയുടെ ചിതക്ക് അവൻ തീ കൊളുത്തി. തീജ്വാലകൾ ആകാശത്ത് ഉയരുമ്പോൾ ഭവാനിയമ്മ ഉപയോഗിച്ചിരുന്ന ആ പഴയ കണ്ണടയും വടിയും മാത്രം നെഞ്ചോട് ചേർത്ത് പിടിച്ച് കറുത്ത പുകയ്ക്കുള്ളിലൂടെ ആരെയും തിരിഞ്ഞു നോക്കാതെ അവൻ നടന്നു നീങ്ങി. അവന്റെ മനസ്സിൽ അപ്പോൾ അമ്മയുടെ ആ അവസാനത്തെ പുഞ്ചിരി മാത്രമായിരുന്നു അവശേഷിച്ചിരുന്നത്. അനാഥത്വത്തിൽ നിന്നും അവനെ കൈപിടിച്ചുയർത്തിയ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ ഓർമ്മകൾ.